ഭൂമി കുലുക്കി ഇലകൾ പറത്തി രജനിയുടെ കാലുകൾ സ്ക്രീനിൽ പറന്നെത്തുമ്പോൾ തന്നെ തിയേറ്റർ ഒന്നടങ്കം പ്രാർത്ഥനയിലാകും. സിനിമ തുടങ്ങി പഞ്ച് ഡയലോഗുകളും ഇടിവെട്ടി ഇടികളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആർപ്പുവിളികൾ മുഴുവൻ. തലൈവർ കരയുമ്പോൾ പ്രേക്ഷകരും ഒപ്പം കരയും. ഈ കരച്ചിലും കയ്യടികളും രജനീകാന്ത് നേടിയെടുത്തത് അനായാസമായിട്ടല്ല. ബോളിവുഡ് സിനിമകളെ വെല്ലും രജനീകാന്തിൻ്റെ യഥാർത്ഥ ജീവിതം. കൊടും പട്ടിണിയുടെ ബാല്യം, ജീവിക്കാൻ കൂലിയായി മാറിയ യൗവനം, ബാംഗ്ലൂരിലെ മറാത്ത കുടുംബത്തിൽ ജനിച്ച ശിവാജി റാവുവിൻ്റെ സിനിമയ്ക്ക് മുമ്പുള്ള ജീവിതം വർണ്ണശബളമേയല്ല. വർഷം 1950 ഡിസംബർ 12 ബാംഗ്ലൂരിലൊരു മറാത്ത ഫാമിലിയിൽ ശിവാജി റാവു ഗേക്വാദ് എന്ന രജനീകാന്ത് ജന്മമെടുത്തു. ജീവിതത്തിൻ്റെ ഞെരിപ്പോടിൽ കലയെ സ്ഫുടം ചെയ്തെടുത്ത് നാടകത്തിലൂടെ തുടക്കം. ഏവർക്കും അറിവുള്ളതുപോലെ കണ്ടക്ടറായിട്ടാണ് രജനി ജീവിതം തുടങ്ങുന്നത്. രാവിലെ ജോലിയും രാത്രിയിൽ നാടകവും, അതായിരുന്നു രീതി. തൊപ്പി മുനിയപ്പയാണ് നാടകത്തിൽ അഭിനയിക്കാൻ അവസരം നൽകുന്നത്. മിക്കതും പുരാണ കഥകൾ. അതിൽ രജനിക്ക് കിട്ടിയതാകട്ടെ വില്ലൻ വേഷങ്ങളും. മഹാഭാരതമാണ് കഥയെങ്കിൽ ദുര്യോധനൻ രജനിയായിരിക്കും. പക്ഷേ ദുര്യോധനനെ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലി ഉണ്ടായിരുന്നു. ദ്രൗപദി വസ്ത്രാക്ഷേപം നടത്തുന്ന രജനിയുടെ സ്റ്റൈൽ കണ്ട് കാണികൾ കൈയടിച്ചിട്ടുണ്ട്. വസ്ത്രാക്ഷേപത്തിന് കയ്യടി നേടുന്ന ആദ്യത്തെ ദുര്യോധനനും ശിവാജി റാവു എന്ന രജനീകാന്താണ്. ഈ സമയത്ത് തന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാർട്ട് ടൈമായി പഠിക്കാനും ചേർന്നു. അവിടെ വെച്ചാണ് കെ ബാലചന്ദ്രനെ കാണുന്നതും അദ്ദേഹം സിനിമയിലേക്ക് ശിവാജി റാവുവിനെ ക്ഷണിക്കുന്നതും. ബാലചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ് അറിയാത്ത ശിവാജി റാവു തമിഴ് പഠിക്കുന്നത്. അപൂർവ രാഗങ്ങളിലെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള വില്ലൻ വേഷം. 3 ദേശീയ പുരസ്കാരങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ശിവാജി റാവു ബസ് കണ്ടക്ടറിൽ നിന്നും രജനീകാന്ത് എന്ന നടനിലേക്കുള്ള ജൈത്രയാത്രയുടെ തുടക്കം അതായിരുന്നു. ബാലചന്ദ്ര തന്നെയാണ് ശിവാജി റാവു എന്ന പേര് മാറ്റി രജനീകാന്ത് എന്ന പേര് സമ്മാനിച്ചത്. തമിഴിൽ ശിവാജി ഗണേശൻ ഉള്ള സ്ഥിതിക്ക് മറ്റൊരു ശിവാജി വേണ്ട എന്നുള്ളതുകൊണ്ടായിരുന്നു പേരുമാറ്റം. രാത്രിയുടെ നിറമുള്ളവൻ എന്നാണ് രജനീകാന്ത് എന്ന പേരിൻ്റെ അർത്ഥം. അപൂർവ രാഗങ്ങൾക്ക് ശേഷം കന്നഡയിലും വില്ലൻ വേഷങ്ങൾ. കഥാസംഗമയിൽ അന്ധയായ പെൺകുട്ടിയെ മാനഭംഗം ചെയ്യുന്ന വില്ലൻ്റെ വേഷം രജനിക്ക് സൂപ്പർ വില്ലൻ പരിവേഷം നൽകി. അതിനുശേഷം കമൽഹാസനൊപ്പം മുത്താണി മുടിച്ച് എന്ന ചിത്രം. നായകൻ കമൽഹാസൻ, നായിക ശ്രീദേവി, വില്ലൻ രജനീകാന്ത്. ഈ കൂട്ടുകെട്ട് തമിഴ് സിനിമയിലെ തന്നെ ഹിറ്റ് കൂട്ടുകെട്ടുകളായിരുന്നു. സംവിധായകൻ മുത്തുരാമൻ്റെ 6-20-60 വരെയിലാണ് രജനീകാന്ത് ആദ്യമായി നായകനാവുന്നത്. സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന സഹോദരനെ തമിഴ്നാട്ടുകാർ നെഞ്ചിലേറ്റി. പിന്നീട് രജനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 80കളിലെ ഹിറ്റുകളിലൂടെ തമിഴ് സിനിമയിലെ മന്നൻ്റെ ചെങ്കോലും കിരീടവും രജനി സ്വന്തമാക്കി. വർഷം 1983 അമിതാഭ് ബച്ചനും ഹേമ മാലിനിക്കുമൊപ്പം അന്ധാ കാനൂൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. എങ്കിലും തമിഴ് മണ്ണിനോട് തന്നെയായിരുന്നു രജനിക്ക് പ്രിയം. അതിമാനുഷികതയ്ക്കൊപ്പം മണ്ണിൻ്റെ മണമുള്ള കഥകളാണ് കൂടുതലും രജനി ചെയ്തത്. ദളപതി, മന്നൻ, വീര, ഭാഷ, മുത്തു, അരുണാചലം, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഘോഷയാത്രയായിരുന്നു രജനിക്ക് 90കൾ. രജനിയുടെ മുത്തുവാണ് ജാപ്പനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ആദ്യ തമിഴ് ചിത്രം. മുത്തു ദ ഡാൻസിംഗ് മഹാരാജ എന്ന ചിത്രം ജപ്പാനിലും പ്രശസ്തി ആർജിച്ചു. വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ബാബയുടെ കനത്ത പരാജയം. ബാബ പരാജയപ്പെട്ടതോടെ ചെറിയൊരു ഇടവേളയെടുത്ത രജനി പിന്നീട് തിരിച്ചു വന്നത് മണിച്ചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്കായ ചന്ദ്രമുഖിയിലൂടെയായിരുന്നു. 2005 പുറത്തിറങ്ങിയ സിനിമ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തു. അതിനുശേഷം 2007 ഇറങ്ങിയ ശിവാജി വൻ വിജയമായിരുന്നു.
സൗത്ത് ആഫ്രിക്കയിലും യുണൈറ്റഡ് കിങ്ഡംസിലും ബോക്സ് ഓഫീസ് റെക്കോർഡ് ഭേദിച്ച് 10 മികച്ച സിനിമകളുടെ കൂട്ടത്തിലായിരുന്നു ശിവാജിയുടെ സ്ഥാനം. 2010 പുറത്തിറങ്ങിയ എന്തിരനും വിജയമന്ത്രം തെറ്റിച്ചില്ല. പക്ഷേ അതിനുശേഷമെത്തിയ കൊച്ചടിയാനും ലിംഗയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. വിജയങ്ങൾ വാരിക്കൂട്ടിയ സൂപ്പർ സ്റ്റാർ മാത്രമല്ല രജനീകാന്ത്, നല്ലൊരു മനുഷ്യൻ കൂടെയാണ്. സിനിമ പരാജയമായാൽ വിതരണക്കാർക്ക് സ്വന്തം കീശയിലെ കാശ് നൽകി നഷ്ടം നികത്തുന്ന പ്രതിഫലത്തുക തിരികെ നൽകാൻ മടിക്കാത്ത മനുഷ്യസ്നേഹി കൂടിയാണ് രജനീകാന്ത്. വന്ന വഴി ഒരിക്കൽ പോലും രജനി മറന്നിട്ടില്ല. ഇന്നും സമയം കിട്ടിയാൽ പഴയ സുഹൃത്തുക്കളെ രജനി കാണും, സൗഹൃദം കാത്തു സൂക്ഷിക്കും. സുഹൃത്തുക്കളിൽ ഒരാൾ തമാശയായി പറഞ്ഞിട്ടുണ്ട്, രജനി ചെയ്യുന്ന സേവനങ്ങളുടെ കണക്കെഴുതാൻ ഗിന്നസ് ബുക്ക് പോരാന്ന്. ചെന്നൈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും രജനിയിലെ മനുഷ്യസ്നേഹിയെ നാം എല്ലാവരും കണ്ടതാണ്. തമിഴ്നാട്ടുകാരനല്ലാതിരുന്നിട്ട് പോലും തമിഴ് മക്കൾ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവൻ രജനിക്ക് നൽകി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി രജനി ആശുപത്രിയിലായിരുന്ന സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം തമിഴ്നാട്ടുകാർ ചെയ്തത് ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. കഠിനാധ്വാനത്തിൻ്റെ പ്രതിരൂപമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ രാജ്യത്തിനാകെ പ്രചോദനമാണ്. ഒരു ബസ് കണ്ടക്ടർ എന്ന നിലയിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആകുന്നതുവരെ അദ്ദേഹത്തിൻ്റെ വളർച്ച ഓരോ നടനും ഒരു പാഠമാണ്. പക്ഷേ 1970കളുടെ അവസാന ഘട്ടത്തിൽ രജനീകാന്ത് ഒരു ആഘോഷിക്കപ്പെട്ട നടനായിരുന്നില്ല. ഇൻഡസ്ട്രിയിൽ ചുവടുറപ്പിക്കാൻ അദ്ദേഹം പാടുപെടുന്ന സമയമായിരുന്നു അത്. 1980കളിലും 1990കളിലും വാണിജ്യപരമായി വിജയിച്ച നിരവധി സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം തമിഴ്നാട്ടിലെ ജനപ്രിയ സംസ്കാരത്തിൽ അദ്ദേഹം മാറ്റിനി വിഗ്രഹ പദവി നിലനിർത്തി. രജനീകാന്ത് 170ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രധാനമായും തമിഴ് സിനിമകളിൽ. ആരാധകർ ഇദ്ദേഹത്തെ തലൈവർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇദ്ദേഹം പ്രധാനമായും തമിഴ് ചലച്ചിത്രങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 2000 പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഏഷ്യ വീക്ക് മാസികയിൽ, ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോബ്സ് ഇന്ത്യ മാസികയിൽ രജനീകാന്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2021 67ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായി. കോച്ചടിയാനും ലിംഗയ്ക്കും ശേഷം കബാലി, കാല, പേട്ട, ദർബാർ, അണ്ണാത്തെ, ജയിലർ തുടങ്ങി ഒട്ടേറെ ഹിറ്റുകൾ നൽകി ഇന്നും തൻ്റെ സ്വാധീനം തുടരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്: കഠിനാധ്വാനം ചെയ്യുക, തോൽക്കട്ടെ, ഉയർത്തിയെഴുന്നേൽക്കുക. വിജയം നിങ്ങൾക്കുള്ളതാണ്. നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.